വാർത്തകൾ വിശദമായി. കാട്ടാനയുടെ ആക്രമണത്തിൽ പാലക്കാട് വാദ്യാർചളയിൽ കർഷകന് പരിക്കേറ്റു. 41-കാരൻ വിജയൻ എന്ന കർഷകനെയാണ് കാട്ടാന ആക്രമിച്ചത്. പുലർച്ചെ 4 മണിക്ക് ശേഷമാണ് സംഭവം. വീടിനോട് ചേർന്നുള്ള തന്റെ കൃഷിയിടത്തിൽ ആനകൾ ഇറങ്ങിയതു നോക്കാൻ പിതാവിനൊപ്പം പോയതാണ് വിജയൻ. ആനയെ തുരത്താനായി പോയ ഇയാൾക്ക് നേരെ കാട്ടാന തിരിഞ്ഞു. നിരവധി ആനകളുള്ള കൂട്ടമാണ് വിജയന്റെ കൃഷിയിടത്തിലിറങ്ങിയത്. കൂട്ടത്തോടെ വന്ന ആനകളിൽ ഒന്നാണ് വിജയനെ ആക്രമിച്ചത്. പിതാവ് ഓടിമാറി രക്ഷപ്പെട്ടെങ്കിലും താഴെ വീണ വിജയനെ ആന ആക്രമിക്കുകയായിരുന്നു. കഴുത്തിനും ഇടുപ്പിനും ചവിട്ടേറ്റിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനകളെ തുരത്തി മടങ്ങിയ ശേഷം വീണ്ടും കൃഷിയിടത്തിലിറങ്ങിയ ആനകളിൽ ഒന്നാണ് വിജയനെ ആക്രമിച്ചത്. വയലിനോട് ചേർന്ന വനപ്രദേശമാണ്. ഇവിടെ വെച്ചാണ് ആക്രമണമുണ്ടായത്. സമീപവാസികൾ പടക്കമെറിഞ്ഞതോടെ ആനകൾ ഓടിപ്പോയി. പരിക്കേറ്റ വിജയനെ പാലക്കാട് ജില്ലാശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഇദ്ദേഹത്തെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാർ ചേർന്നാണ് ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. വിജയന്റെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. വിജയന്റെ വയൽ ആനകൾ ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ട്. കാട്ടാന സ്ഥിരമായി എത്താറുള്ള പ്രദേശമാണ് ഇതെന്ന് നാട്ടുകാർ പറയുന്നു. 4 മണിയാകുമ്പോൾ ആന കോമ്പൗണ്ട് ചളയുന്ന വരുന്നില്ലേ? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 3 12 മണിക്ക് 8 എണ്ണം. അത് ഗാർഡുമാരും വാച്ചറുകളുണ്ട്. അവർ വിളിച്ചപ്പോൾ അവർ വന്ന് ആട്ടി വിട്ടു. ഇവിടെ തന്നെ. പിന്നെ 2 മണിയാകുമ്പോൾ ഒരിക്കൽ വന്നു. അവരിനെ വിളിച്ചു. അവരും വന്നു. അവർ ഇവിടെ തന്നെ നിന്നത് ആ സെറ്റിൽ. അവിടേക്ക് എത്തുമ്പോൾ അപ്പോൾ ഒരു വണ്ടി പോയില്ലേ, ആ വണ്ടി അവിടെ നിന്ന് കേട്ട് വിളിച്ചപ്പോൾ അവർ വന്നു. പിന്നെ 4 മണിയായപ്പോൾ ഒരു കോമ്പടിച്ചളിയിൽ അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ആന നിൽക്കുന്നു, 3 എണ്ണം. ഞങ്ങൾ ബാറ്ററി എടുത്തിട്ട് അടിച്ചു നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാനകൾ കൂട്ടത്തോടെ പ്രദേശത്തേക്ക് എത്തുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. ധോണി മുതൽ വാളയാർ വരെയുള്ള പ്രദേശങ്ങളിൽ നിരന്തരം ആനകൾ എത്തുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമാണ് കാട്ടാനകൾ എത്തുന്നത്. കാട്ടാനകളെ തുരത്താൻ കർഷകർ കാവലിരിക്കുകയാണ്. കാട്ടാനയെ കൂടാതെ കാട്ടുപന്നി, പുലി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ് കർഷകർ. ജില്ലയിലെ വന്യമൃഗശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും നാട്ടുകാരും നടത്തുന്ന സമരങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമാവും. UTV ന്യൂസ്, പാലക്കാട്.